പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, ലോകത്തിലെ വിവിധങ്ങളായ രാജ്യങ്ങളിലിരുന്നു കൊണ്ട്, വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഷാലോം ടിവിയെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ ദൈവമക്കൾക്കുമായി ഇന്ന് നൽകുന്ന സന്ദേശം വിശ്വാസവും വിശുദ്ധീകരണവും. ആമുഖമായ വചനം നമുക്ക് തരുന്നു യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം. യേശു തോമാസ് ശ്ലീഹായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈകൾ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. മക്കളെ, അവിശ്വാസത്തിൻ്റെ നിർജീവമായ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് വിശ്വാസത്തിലേക്ക്, കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ ഈശോ നമ്മെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്, എലിസബത്തിൻ്റെയും സക്രിയായുടെയും ഭവനം. ദൈവം പറഞ്ഞത് അവിശ്വസിച്ച ഒരു കുടുംബമാണ് എലിസബത്തിൻ്റേത്, സക്രിയാസിൻ്റേത്. ആരാണ് സക്രിയ? ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠൻ, കർത്താവിൻ്റെ കൽപ്പനകൾ, പ്രമാണങ്ങൾ അന്യൂന്യം പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതപുരോഹിതൻ. പറയുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ദൂതൻ പറഞ്ഞു, സക്രിയ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. ഉടനെ സക്രിയ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ഇതാ ദൂതൻ പറയുന്നു, അവിശ്വസിച്ചതുകൊണ്ട് ഇന്നു മുതൽ നീ മൂകനായിരിക്കും. ഇത് സംഭവിക്കുന്നത് വരെ നിനക്ക് സംസാര ശക്തി ഉണ്ടാകില്ല. മകളെ, വിശ്വാസം ഒരു സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റാണ്. സൃഷ്ട വസ്തുക്കളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് തിരിയാൻ, പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് തിരിച്ചു നടക്കാൻ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന നമ്മുടെ കണ്ണുകളെ, നമ്മുടെ നോട്ടത്തെ ദൈവത്തിലേക്ക് തിരിയണമെങ്കിൽ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വാസമാണ് ഒരു ജീവിതത്തിന് ഉത്കർഷം ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നും തന്നെ നടക്കാത്തതിൻ്റെ കാരണം ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യം, യേശു ക്രിസ്തുവിലൂടെ വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരായി തീർന്നിരിക്കുന്നു. അപ്പോൾ ദൈവപുത്രനായി തീർന്നത് വിശ്വാസത്തിലൂടെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം
വിശ്വാസം കൊണ്ട് പ്രായം കവിഞ്ഞിട്ടും അബ്രാഹത്തിന് കുഞ്ഞുണ്ടായി. വിശ്വാസത്താൽ ജോസഫ് പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറി. മൂശ തൻ്റെ ജീവിതത്തിൽ വിശ്വാസം വഴി ചെങ്കടലിനെ രണ്ടായി വിഭജിക്കാനായിട്ട് ദൈവം കൃപ നൽകി. പ്രിയപ്പെട്ടവരെ, വിശ്വാസവും വിശുദ്ധീകരണം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അവിശ്വാസത്തിലൂടെ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, ദേശത്തിന് കടന്നു വരുന്ന 7 ദുരിതങ്ങളുണ്ട്. ആത്മീയത നഷ്ടപ്പെട്ടു പോകുവാൻ, ജീവിതത്തിൽ നൈർമല്യത്തോടെ സന്തോഷത്തിൽ ജീവിക്കുവാൻ, ദൈവകൃപയോടെ ജീവിക്കുവാൻ, അഭിഷേകം നഷ്ടപ്പെട്ടവനെ പോലെ ജീവിക്കുവാൻ ഇടവരുന്നത് അവിശ്വാസം കൊണ്ടാണ്. യേശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം ശ്രദ്ധിക്കണേ. എന്താണ് ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരിതങ്ങൾ? 1, മറ്റാർക്കും വസിക്കുവാൻ ഇടം കിട്ടാത്ത വിണ്ണം വീടോട് ചേർന്ന് അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം. ശ്രദ്ധിച്ചോ? മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് ചേർന്ന് അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവന് ദുരിതം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയാണ്. സ്വാർത്ഥതയുള്ളവർക്ക് ഞാനാണ് എല്ലാറ്റിൻ്റെയും കാരണമെന്ന് അഹങ്കരിക്കുന്നവർക്ക്, വിശ്വാസം ഇല്ലാത്തവർക്ക് സ്വാർത്ഥതയിലേക്ക് വളരാൻ ഇടവരും. സ്വാർത്ഥത ദുരിതം വരുത്തി വയ്ക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്. 2, യേശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യം. ലഹരി പാനീയങ്ങളുടെ പിറകെ ഓടുവാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുന്നവർക്കും ദുരിതം. 2ാമത്തെ കാര്യമാണത്. എന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെ പിറകെ ഓടുന്നവർ, മദ്യപാനിയായ തൊഴിലാളി ധനവാനായി തീരുകയില്ല എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. മദ്യത്തിൻ്റെ പിറകെ കടന്നു നീങ്ങി കുടുംബം നശിച്ച്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി, ഭാര്യ ഭർത്തൃ ജീവിതങ്ങളെല്ലാം അലങ്കോലപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങൾ. ദുരിതം വരുന്ന 2ാമത്തെ മേഖലയാണ് മദ്യപാനം. 3, നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിറക്കുന്നവർക്ക് ദുരിതം. എന്താണ്? നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ച് ഇറക്കുന്നവർക്ക് ദുരിതം. യേശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 16-ാം വാക്യമാണ്. എന്ന് പറഞ്ഞാൽ വഞ്ചന ഒരാൾക്കെതിരെ, ഒരു കുടുംബത്തിനെതിരെ, സമൂഹത്തിനെതിരെ, സഭയ്ക്കെതിരെ നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിറക്കുന്നവർക്ക് ദുരിതമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വഞ്ചന നിറഞ്ഞ ജീവിതമാണ് തൻ്റെ പ്രതീകമാണത്. വ്യക്തികളെയും കുടുംബത്തെയും വഞ്ചിച്ച് ജീവിക്കുന്ന എത്രയോ മക്കളാണ്. അവർ അറിയാതെ തന്നെ ഭവനത്തിലേക്ക് ദുരിതങ്ങൾ വന്നു നിറയുകയാണ്. 4ാമത്തെ കാര്യം, യേശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യം. തിന്മയെ നന്മയായും നന്മയെ തിന്മയായും വിളിക്കുന്നവർക്ക് ദുരിതം. എന്താണ് ദുരിതം വരാൻ കാരണം? അതൊരു തെറ്റായ മനസാക്ഷിയാണ്. നമ്മൾ പറയല്ലേ, ഒരു മനസാക്ഷി ഇല്ലല്ലോ, ഇത്രയും കാര്യം ചെയ്തു തന്നിട്ട് ഒരു മനസാക്ഷി ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ ഒരു മനസാക്ഷി ഇല്ലല്ലോ.
തിന്മയെ നന്മയായും നന്മയെ തിന്മയായും വിളിക്കുന്നവർക്ക് ദുരിതം. എന്ന് പറഞ്ഞാൽ തെറ്റായ മനസാക്ഷിയാണ്. നന്മയെ തിന്മയായി വ്യാഖ്യാനിക്കാനും തിന്മയെ നന്മയായും വ്യാഖ്യാനിക്കുന്ന ഒരു തെറ്റായ മനസാക്ഷി വ്യക്തികളെയും കുടുംബത്തെയും സമൂഹത്തെയും ദുരിതത്തിലേക്ക് വലിച്ചിറക്കുന്ന നാലാമത്തെ കാര്യമാണ്. അഞ്ചാമതായിട്ട് പറയുന്നു, തന്നെ തന്നെ ജ്ഞാനി എന്നും സൂക്ഷ്മബുദ്ധി എന്നും കരുതുന്നവന് ദുരിതം. ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചേ, തന്നെ തന്നെ ജ്ഞാനി എന്നും സൂക്ഷ്മബുദ്ധി എന്നും കരുതുന്നവന് ദുരിതം. എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്, അല്ലേ? അഹങ്കാരമാണ്. അഹങ്കാരികളെ ദൈവം ചിതറിക്കും, എളിമയുള്ളവരെ അവിടുന്ന് ഉയർത്തുന്നു. ഒരുവന്റെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരുമ്പോൾ അവൻ ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഞ്ചാമത് ദുരിതം വരുന്ന വഴിയാണ് അഹങ്കാരം, ധിക്കാരം, ധാർഷ്ട്യം. ആറാമത്തെ കാര്യം യെശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തുന്നു. 5-ാം അധ്യായം 22-ാം വാക്യം, വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും. പ്രവാചകൻ പറയുന്നു, നോക്കിയേ, വീഞ്ഞു കുടിക്കുന്നതിൽ വിരുദ്ധന്മാരും വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാർക്കും ദുരിതം. ഞാൻ ആദ്യമാണ് അങ്ങനെ ഒരു വചനം കണ്ടെത്തുന്നത്. വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാർക്കും ദുരിതം എന്ന് പറഞ്ഞ സൂത്രശാലി. ചിലർക്ക് സൂത്രം മെനയും, നേരായ മാർഗമല്ല, നേരായ വഴികളല്ല. അതിൻ്റെ പ്രവർത്തിക്കുന്നതിൽ ഓരോന്നിലും ഒരു ഹിഡൻ അജണ്ട അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സൂത്രശാലികളാണ്. രാഷ്ട്രീയ രംഗത്തായാലും ആത്മീയ രംഗത്തായാലും വ്യക്തിപരമായ ജീവിതത്തിനാണെങ്കിലും സൂത്രം കൊണ്ട് മെനഞ്ഞെടുക്കുന്നത് അവർക്ക് ദുരിതമെന്നാണ് പറയുന്നത്. ഏഴാമതായിട്ട് കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധിയെ നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. യേശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 23-ാം വാക്യം. എന്താണ്? കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധിയെ നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. എന്ന് പറഞ്ഞാൽ കൈക്കൂലി, കൈമടങ്ങ്. ഇന്നൊക്കെ എന്ത് കാര്യം നടക്കണമെങ്കിലും കൈക്കൂലി വേണം, ഏത് രംഗത്താണെങ്കിലും. യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നു, അവർക്ക് ദുരിതമെന്ന്. ഈ ദുരിതത്തിൻ്റെ ആഴക്കയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്രാപിക്കണം. സ്വാർത്ഥതയിൽ നിന്ന്, മദ്യാസക്തിയിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, തെറ്റായ മനസാക്ഷിയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, സൂത്രത്തിൽ നിന്ന്, കൈക്കൂലി വാങ്ങിക്കുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്രാപിക്കണം. എന്നാലാണ് വിശ്വാസത്തിൻ്റെ മേഖലയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുക. ജോയേൽ പ്രവാചകൻ 2-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ നമ്മോട് പറയുകയാണ്, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. ഇപ്പോഴെങ്കിലും, സമയം കഴിഞ്ഞിട്ടില്ല. സ്വാർത്ഥതയിൽ നിന്ന് പിന്മാറാൻ, മദ്യാസക്തിയിൽ നിന്ന് പിന്മാറാൻ, വഞ്ചനയിൽ നിന്ന് പിന്മാറാൻ, അഹങ്കാരത്തിൽ പിന്മാറാൻ ഇപ്പോഴെങ്കിലും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ എന്നാണ് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ബൈബിളിൽ മുഖ്യമായ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ മാനസാന്തരമാണ്.
യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാൻ പ്രഖ്യാപിച്ചു, സമയം സമാഗതമായി, മാനസാന്തരപ്പെടുവിൻ. യേശുവിൻ്റെ വഴിയൊരുക്കാനായി കടന്നു വന്ന സ്നാപയോഹന്നാന് പറയാനായിട്ടുള്ളത് മാനസാന്തരപ്പെടാനാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് ആദ്യത്തെ വചന പ്രഘോഷണത്തിൽ ഈശോ തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നുണ്ട്. സമയം പൂർത്തിയായിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശുവിന് വഴിയൊരുക്കാൻ വന്നവരും യേശുവും യേശുവിൻ്റെ അപ്പസ്തോലന്മാരും. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37-ാം വാക്യം. പത്രോസിൻ്റെ വചന പ്രഘോഷണ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആളുകൾ വന്ന് ചോദിച്ചു, ഹൃദയം നുറുങ്ങി ചോദിച്ചു എന്ന് പത്രോസിനോടും മറ്റു അപ്പസ്തോലന്മാരോടുമായിട്ട് ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിച്ച് പാപമോചനത്തിനായി എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. സുവിശേഷത്തിലെ മുഖ്യമായ പ്രമേയം സ്നാപയോഹന്നാനിലൂടെ, ഈശോയിലൂടെ, അപ്പസ്തോലന്മാരിലൂടെ അവിടുന്ന് പ്രകടമാക്കുകയാണ്. ഒരു കാരണവശാലും നമ്മുടെ ജീവിതം തിന്മയിലേക്ക് കടന്നു പോകാതിരിക്കാൻ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മരണശേഷം നീ എവിടെ ആയിരിക്കണമെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തിരഞ്ഞെടുത്താൽ നമ്മൾ വിശ്വാസത്തിന്റെ ജീവിതം നയിക്കുമെന്ന്. മരണശേഷം നാം എവിടെ ആയിരിക്കണമെന്ന് ജീവിച്ചിരിക്കുമ്പോഴേ തിരഞ്ഞെടുക്കണം. അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള കൃപ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിന് തരും. നമ്മൾ കാണുന്നുണ്ടല്ലോ, അഹ്റോൻ സത്യദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളെ വാർത്ത് ഇസ്രായേൽ ജനത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തെയല്ല, ഇസ്രായേൽ ജനത്തെ. സ്നാപയോഹന്നാന്റെ തലയറുത്ത് ഹെരോദിയായെ പ്രസാദിപ്പിച്ചു. യൂദാസ് യേശുവിൻ്റെ ഒറ്റിക്കൊടുത്ത് അധികാരികളെ പ്രസാദിപ്പിച്ചു. പീലാത്തോസ് യേശു നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. അവരൊക്കെ ദൈവിക ജീവൻ ഇന്ന് വളരെ വിദൂരത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇന്നിതാ ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിലൂടെ പറയുന്നു, ജോഷുവ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരിക, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനം കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ചിട്ടുള്ള പ്രതിഫലം നൽകും. ഒരു വിശ്വാസിക്ക് വിശ്വാസത്തിന് അധിഷ്ഠിതമായ സമ്മാനം, ഒരു അവിശ്വാസിക്ക് അവൻ്റെതായ സമ്മാനം. അതുകൊണ്ട് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും എല്ലാ സമൂഹങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായൊരു സ്ഥാനം ഓരോ ക്രിസ്ത്യാനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കാൻ,
ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് കൃപ നൽകുകയാണ്. നമ്മുടെ കഴിവുകൊണ്ട് നേടിയെടുക്കുന്നതല്ല, ദൈവം അത് സൗജന്യമായി നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് നമ്മോട് വചനം പറയുന്നു, 1 പത്രോസ് 2:9, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ഈ സ്വന്തം ജനം വഴിതെറ്റിപ്പോയതിൻ്റെ 7 മാർഗങ്ങളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമല്ല നമ്മൾ, ദൈവത്തിൻ്റെ ഒരു മകനും മകളുമാണെന്ന് മറക്കരുത്. മാമോദീസായിലൂടെ തിരുസഭയുടെ അംഗമായി തീർന്ന നിമിഷത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി. എല്ലാവിധ നന്മകളും ചെയ്യുവാൻ, നന്മയിൽ വളരുവാൻ, നന്മയിൽ ശോഭിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ നൽകിയിട്ടും അതിനെ തള്ളിക്കളഞ്ഞ് ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക്, തിന്മയിൽ നിന്ന് തിന്മയിലേക്ക്, ശാപത്തിൽ നിന്ന് ശാപത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ കാരണം അവിശ്വാസം നിന്റെ ഹൃദയത്തിൽ ഭരണം നടത്തുന്നുകൊണ്ടാണ്. ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സർവ മക്കളോടുമായിട്ട് കർത്താവ് ഈശോ തന്നെ നമ്മോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ഈ പരിപൂർണതയിലേക്കുള്ള പ്രയാണത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ച വിശ്വാസവും വിശുദ്ധീകരണത്തിലൂടെ സ്വർഗപിതാവിൻ്റെ ഹൃദയത്തിന് അനുരൂപരും അനുരൂപിണികളുമായി തീരുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.